BCCI പലരെയും കഴിഞ്ഞ കാലയളവിൽ പോസ്റ്റർ ബോയ് ആക്കാൻ നോക്കിയെങ്കിലും കഴിവുകൊണ്ട് 3 ഫോർമാറ്റിലും സ്ഥിര സാന്നിധ്യമാകേണ്ട ഒരു പ്ലെയറാണ് യശസ്വി ജയ്സ്വാൾ. സ്വയം കളിച്ച IPL സീസണിലെ അവസാന 3 സീസണുകളിലും 400-ലധികം റൺസ് നേടി ഓപ്പണിങ്ങിലിറങ്ങി 100 സിക്സറുകൾ നേടിയ പ്ലെയറാണ് ജയ്സ്വാൾ. ഈ IPL സീസണിൽ കോൺസ്റ്റന്റ് പെർഫോമൻസ് പയ്യൻ തുടരുകയാണ്. തലയിൽ ഓറഞ്ച് ക്യാപ്പ് ഇരിക്കുമ്പോഴും അദ്ദേഹം BCCI സെലക്ടേഴ്സിനെ ഓർമ്മിപ്പിക്കുകയാണ്, എന്നെ T20 ഫോർമാറ്റിലേക്ക്, അതും ഓപ്പണിംഗ് റോളിൽ തന്നെ നിങ്ങൾ പരിഗണിക്കണം. IPL ക്രിക്കറ്റ് ചരിത്രത്തിൽ വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ഇപ്പോഴും ജെസ്സിയുടെ പേരിലാണ്. ഇന്നലെ മഴ പെയ്തിട്ടും ബോളേഴ്സിന് ഒരു ആനുകൂല്യം കൊടുക്കാതെ ആദ്യ ഓവറിൽ തന്നെ മുംബൈ ഇന്ത്യൻസിനെ തോൽവിയിലേക്ക് തള്ളിവിട്ടത് ജയ്സ്വാളിന്റെ ഭീകര ബാറ്റിംഗ് ആയിരുന്നു. അണ്ടർ 19 കിടിലൻ പെർഫോമൻസ് കാരണമാണ് ജയ്സ്വാൾ ഇന്ത്യൻ ടീമിലേക്ക് കടന്നു വരുന്നതെങ്കിലും ടെസ്റ്റ് ഫോർമാറ്റിൽ മാത്രമാണ് ജയ്സ്വാൾ ഇന്ന് സ്ഥിരമായി ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. കളിച്ച അവസാന ഏകദിനത്തിൽ പോലും സെഞ്ചുറി അടിച്ചിട്ടും അവിടെയും ജയ്സ്വാളിന് സ്ഥാനമില്ല. നിലവിലെ വേൾഡ് കപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിലെ ഓപ്പണർ അഭിഷേക് ശർമ്മ ഒരു ബ്ലൈൻഡ് സ്ലോഗ് ഹിറ്റർ എന്ന നിലയിലെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അഭിഷേക് ശർമ്മയെക്കാളും ഒരുപാട് മുമ്പിലാണ് സ്കിൽ സെറ്റ് കൊണ്ട് ജയ്സ്വാൾ. കാരണം ബോളിനെ നന്നായി സ്ട്രൈക്ക് ചെയ്യുകയും അതിനിടയിൽ സ്ട്രൈക്ക് റൊട്ടേഷൻ നന്നായി ചെയ്യാനും ഇയാൾക്ക് കഴിയും. ഇടവേളകളില്ലാതെ ബൗണ്ടറികൾ നേടുക, ബിഗ് സിക്സസ് അടിക്കുക, അതുപോലെ തന്നെ റാം ഷോട്ട് കളിക്കുക, അപ്പർ കട്ട് എന്നിവ കളിക്കാനുള്ള സ്കിൽ, വിക്കറ്റിന്റെ 2 വശങ്ങളിലേക്കും നന്നായി സ്കോർ ഉയർത്തുക, ഈ കഴിവാണ് ജയ്സ്വാൾ അഭിഷേക് ശർമ്മയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നത്. ക്രിക്കറ്റിലെ ഒരു ക്ലാസിക്കൽ മാസ് ഇൻഡെക്സ് കളിക്കാൻ ജയ്സ്വാളിന് കഴിഞ്ഞേക്കും. നിലവിലെ അഭിഷേക് ശർമ്മയുടെ മോശം ഫോം മാറാത്ത സമയത്ത് T20 ഓപ്പണിംഗ് സ്പോട്ടിലേക്ക് യശസ്വിയെ കണ്ണും പൂട്ടി പരിഗണിക്കാവുന്നതാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണർ ഈ സീസണിലും നല്ലൊരു റൺസ് കൂടി നടത്തി ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കി രാജസ്ഥാൻ റോയൽസിന്റെ യശസ്സ് ഉയർത്താൻ ആശംസിക്കാം.